യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പിതാവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ആഴമായ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ അങ്ങ് കൈപിടിച്ച് ഉയർത്തണമേ. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള വലിയ ഒരു ജ്ഞാനം വിശ്വാസ സമൂഹത്തിന് നൽകണമേ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് ആഴമായ ദൈവാനുഭവത്തിലേക്കും വചനത്തിൽ ജീവിക്കാനുള്ള വലിയൊരു ആത്മനിറവിലേക്കും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ ആദ്യം പറയുന്ന വചനം ഇതാണ്: സമയം പൂർത്തിയായി, മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇന്നും തൻ്റെ ജനത്തോട് യേശുവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, അതനുസരിച്ച് ജീവിതത്തിന് മാറ്റം വരുത്തുക. കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രകൃതിയുടെ മാറ്റങ്ങൾ, ശാസ്ത്രത്തിൻ്റെ വളർച്ച, മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യാസങ്ങൾ, തിന്മയുടെ അതിപ്രസരം, പൈശാചിക ശക്തികളുടെ കടന്നുകയറ്റം, നമ്മൾക്ക് ഇന്നോളം കേൾവിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. സാത്താനെ ആരാധിക്കുന്നവർ, സഭയെ തള്ളിപ്പറയുന്നവർ, ഇതൊക്കെ നിരന്തരമായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസ സമൂഹം കാലഘട്ടത്തിൻ്റെ മാറ്റം സാത്താൻ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയാണ്. അലറുന്ന സിംഹത്തെ പോലെ ചീറിപ്പാഞ്ഞ് വിശ്വാസ സമൂഹത്തെ സഭയിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും അകറ്റാനായിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഒത്തിരിയേറെ വിശ്വാസികൾ പിശാചിൻ്റെ ഈ തട്ടിപ്പിൽ വീഴുന്നുണ്ട്. അതും വലിയ ഒരു സത്യം തന്നെയാണ്. യേശു നമ്മോട് ആവശ്യപ്പെടുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കുക. ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമായിരുന്നു. എത്രയോ വ്യക്തികൾ പല പല ധ്യാനങ്ങൾ കൂടി ദൈവാനുഭവത്തിലേക്ക് വന്നവർ ഇന്ന് കാലിടറി വീണ് പാപത്തിൻ്റെ വഴികളിൽ, മദ്യാസക്തിയിൽ, ജീവിത വ്യഗ്രതകളിൽ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ആസക്തികളിൽ മുഴുകി ജീവിക്കുന്നു. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭൗതിക ആവശ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടി, പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും സാധിച്ചു, നമുക്ക് വേണ്ടതൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ വഴികൾ വിട്ട് ജീവിക്കുന്ന അനേകായിരങ്ങളെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പിശാച് ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു, വിശ്വാസം എടുത്തു കളയുന്നു. തിന്മ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുക, എല്ലാ വിധത്തിലും തിന്മ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുക. തിരിച്ചറിയുക, പാപത്തിൻ്റെ വഴികൾ വിട്ട് അനുദപിച്ച് സുവിശേഷത്തിനനുസരിച്ച് ജീവിതത്തിന് ഒരു മാറ്റം നമ്മൾ വരുത്തിയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, അങ്ങനെ പലതും സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ്
ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ ദൈവത്തെ മറന്ന് ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നു. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ ഈ പ്രകൃതി പോലും മനുഷ്യന് എതിരായിട്ട് മാറുകയാണ്. ഈ വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ബൈബിളിൽ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം, നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെയും. നീതി ജലം പോലെ ഒഴുകട്ടെ. ഇന്ന് നീതി നഷ്ടപ്പെട്ടു. നീതി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നീതി ലഭിക്കുന്നില്ല. അനീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നീതിയോടെ ജീവിക്കുന്നവർ ചവിട്ടി മെതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാല് പോലെ. സത്യം വിട്ട് അസത്യത്തെ പുൽകുന്ന, അസത്യം സത്യമാക്കാനായിട്ട് ശ്രമിക്കുന്ന എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നീതി വിട്ടകന്നു, സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുമ്പോൾ പ്രകൃതി, ഈ ലോകം ആകമാനം മനുഷ്യന് എതിരായിട്ട് മാറുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ, മരണങ്ങൾ, അപകടങ്ങൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കുവാനുണ്ട്. ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവത്തിൻ്റെ സ്വരത്തിന് കാതു കൊടുക്കാനുള്ള ഒരു വിളി ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദുരന്തങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും മനുഷ്യന് മേൽ പെട്ടെന്ന് വന്ന് പതിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അത് സംഭവിച്ചവർ കൂടുതൽ പാപികൾ ആയതുകൊണ്ടാണെന്ന് നമ്മൾ വിധി എഴുതാൻ വരട്ടെ. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ഇതേ അനർത്ഥങ്ങളോ മറ്റെന്തും വേണമെങ്കിൽ സംഭവിക്കാം. നമുക്ക് കരണീയമായിട്ടുള്ളത് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ആഴമായ ഒരു മാനസാന്തര ജീവിതം, മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. ഇത് മാത്രമേ ഉള്ളൂ. കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എവിടെയൊക്കെ അമ്മ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ മാനവരാശിക്ക് വേണ്ടി നൽകുന്ന സന്ദേശത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ലോകത്തിൽ വലിയ ദുരന്തങ്ങളും അനർത്ഥങ്ങളും വരുവാനായിട്ട് പോകുക. ദൈവത്തിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് മടങ്ങി വരിക, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക, അനുതപിക്കുക, പാപം ഉപേക്ഷിക്കുക, കൂദാശ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ഇതൊക്കെയാണ് പരിശുദ്ധ മറിയത്തിലൂടെ ലോകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ. ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനമാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി. നോക്കുക, ആമോസിന് ദൈവം ഒരു ദർശനം കൊടുക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ തകർച്ചയുടെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ദൈവീക ദർശനങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. സുഭാഷിതങ്ങൾ 29:18 പറയുന്നു, പ്രവചനം ഇല്ലാത്തിടത്തു ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു. പ്രവചനങ്ങളും ദർശനങ്ങളും വെളിപാടുകളും സ്വർഗത്തിൻ്റെ ഹിതവും ദൈവജനത്തെ അറിയിക്കുവാൻ നേതൃത്വത്തിലുള്ളവർക്ക്, ജനത്തെ നയിക്കുന്നവർക്ക് പലപ്പോഴും കഴിയുന്നില്ല. ഓരോ പ്രവാചകന്റെയും ദൗത്യമാണ് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ സ്വപ്നങ്ങൾ, ദൈവത്തിൻ്റെ ഹിതങ്ങൾ വിശ്വാസ സമൂഹത്തെ അറിയിക്കുക എന്നുള്ളത്.
ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രവചനങ്ങൾ വിശ്വാസികൾക്ക് ലഭിക്കാതെ വരുമ്പോൾ ജനം നിയന്ത്രണം വെടിയുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുക. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രവചനങ്ങൾ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങൾ, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അത് വിശ്വാസികളെ മനസ്സിലാക്കുവാൻ, ആ സ്വപ്നങ്ങളിലേക്ക് വിശ്വാസികളെ നയിക്കുവാനായിട്ട് കഴിയേണ്ട ഒരു കാലഘട്ടമായത്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവതി യുവാക്കന്മാർ പ്രവചിക്കും. എന്തേ അതൊക്കെ സംഭവിക്കാതെ പോകുന്നു? ദൈവത്തിൻ്റെ വലിയ ഒരു അഭിഷേകം, ആത്മാവിൻ്റെ അഭിഷേകം എല്ലാവരും പ്രാപിക്കേണ്ടിയിരിക്കുന്നു. വൃദ്ധന്മാർ ദൈവിക സ്വപ്നങ്ങൾ കാണുന്നവരായിട്ട് മാറണം. യുവതി യുവാക്കന്മാർ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നവരായിട്ട് മാറണം. പ്രവചനം ഇല്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുക. ആ ദൈവിക സ്വപ്നങ്ങളും ദൈവിക പ്രവചനങ്ങളും ദൈവിക ദർശനങ്ങളും ജനത്തിന് കൊടുക്കുവാനായിട്ട് കഴിയത്തക്കവണ്ണം ആത്മാഭിഷേകത്തിലേക്ക് നേതൃത്വ നിരയിലുള്ള എല്ലാവരും കടന്നു വരേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുക, ആമോസിന് കർത്താവ് ഒരു ദർശനം കൊടുത്തു. ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായിട്ട് നിൽക്കുന്നു. കർത്താവ് ഒരു തൂക്കുകട്ടയുമായിട്ട് നിൽക്കുന്ന ഒരു ദർശനമാണ് ആമോസ് കാണുന്നത്. നമ്മൾ തിരിച്ചറിയുക, ഈ ദർശനം വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് വേണ്ടി ശക്തമായ ഒരു സന്ദേശം നൽകുകയാണ്. കർത്താവ് നിന്റെ മേൽ ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുക. തൂക്കുകട്ട പിടിക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ലെവല് അറിയാൻ വേണ്ടിയാണ്. ഒരു ഭിത്തി കിട്ടിയാൽ അതിൻ്റെ ലെവല് അറിയാൻ വേണ്ടിയാണ്. നിന്റെ മേൽ അവിടുന്ന് ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുകയാണ്. നീ പോകുന്നത് നേരിൻ്റെ വഴിയാണോ? നീ പോകുന്നത് സത്യമായ ദൈവവചനത്തിലൂടെയാണോ? നീ നടക്കുന്ന പാതകൾ എങ്ങനെയാണ്? കർത്താവ് ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു. ഓരോ വിശ്വാസിയുടെ മുൻപിൽ കർത്താവ് ഈ തൂക്കുകട്ട പിടിച്ചിരിക്കുകയാണ്. അനുദപിക്കുവാൻ ദൈവം വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുകയാണ്. പശ്ചാത്തപിക്കുവാൻ, തിരിച്ചു വരുവാൻ, കർത്താവിൻ്റെ മുൻപിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് വീണ്ടും വീണ്ടും നമുക്ക് അവസരങ്ങൾ വെച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആമോസ് ഒരു ദർശനം കണ്ടു, ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു കർത്താവ്. ആ തൂക്കുകട്ട പിടിച്ചിരിക്കുന്നത് എൻ്റെ മേലും നിങ്ങളുടെ മേലുമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളൊന്ന് പരിശോധിച്ച്, നമ്മുടെ മനസ്സ് പരിശോധിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികൾ പരിശോധിച്ച്, ഇന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരുപക്ഷെ ഏറെ അകന്നാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ദൈവത്തോട് കൂടെയാണെന്ന്. പക്ഷേ ദൈവത്തിന് ഹിതകരമല്ലാത്ത പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പലതിലും ഇടപെട്ടുകൊണ്ട്, ലോകത്തിൻ്റെ സുഖങ്ങളിൽ, ലോകത്തിൻ്റെ മുഖങ്ങളിൽ ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുക. വിശ്വാസ സമൂഹത്തെ ശക്തമായിട്ട് നയിക്കേണ്ട ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ലോകത്തിൻ്റെ സുഖമുഖങ്ങളിൽ ജീവിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആമോസ്, നീ എന്ത് കാണുന്നു? ആമോസ്, നീ എന്ത് കാണുന്നു? ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് തുടർന്നു, കണ്ടാലും എൻ്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും. ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല. ദൈവം കാരുണ്യവാനാ, അവിടുന്ന് ദയാലുവാ, അവിടുന്ന് അനുകമ്പ കാണിക്കുന്നവനാ. പക്ഷേ ആവർത്തിച്ച് പാപകരമായ ജീവിതത്തിൽ
അനീതിയിൽ പൂണ്ട് ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, കർത്താവ് നിന്നെ വെറുതെ വിടത്തില്ല. നീ ചെയ്ത അനീതികളും അകൃത്യങ്ങളും പാപങ്ങളും നിന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറാൻ പോകുക. മടങ്ങി വരുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുക. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയണം. ലോകം മുഴുവൻ നാശത്തിൻ്റെ വഴിയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തെ മറന്നു ജീവിക്കുന്ന വലിയ ഒരു സമൂഹം, യുവാക്കന്മാർ കർത്താവിനെ മറന്നു ജീവിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് മനുഷ്യന് സമയമില്ല. അവൻ്റെ ബുദ്ധിയിലും കഴിവിലും ആശ്രയിക്കുന്നു. സയൻസ് പറയുന്നതാണ് മുഴുവൻ ശരിയെന്ന് പറയുന്നു. നിരീശ്വരവാദം പ്രബലപ്പെടുന്നു. ദൈവത്തെ തള്ളിപ്പറയുന്നവർ സമൂഹത്തിൽ ഉന്നതന്മാരായിട്ട് കരുതപ്പെടുന്നു. ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കർത്താവ് ഒരു തൂക്കുകട്ട പിടിച്ചിട്ടുണ്ട്. അവൻ പറയുന്നു, ഞാൻ വെറുതെ വിടത്തില്ലെന്ന്. കർത്താവിൻ്റെ മുൻപിൽ എല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തെ നിഷേധിക്കുന്നവരെ, ദൈവത്തെ വെറുക്കുന്നവരെ, സാത്താൻ ആരാധനക്കാരെ, ദൈവവചനത്തെ അവഹേളിക്കുന്നവരെ ഓർത്തുകൊള്ളുക. കർത്താവ് വെറുതെ വിടത്തില്ല. കർത്താവിൻ്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം ഉണ്ടാവും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിട്ടുവോളം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം കാലത്തിൻ്റെ അടയാളങ്ങൾ, കാലത്തിൻ്റെ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ അന്ധമായി പോയ നിൻ്റെ മനസ്സിന്, നിൻ്റെ ബുദ്ധിക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല. ആദ്യമേ നീ ദൈവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ കാലത്തിൻ്റെ മാറ്റങ്ങൾ, അടയാളങ്ങൾ, വരാൻ പോകുന്ന വലിയ നാശത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കത്തുള്ളൂ. ബുദ്ധി അന്ധകാരമായി, മനസ്സ് അന്ധകാരമായി, ഇരുട്ടു നിറഞ്ഞ മനുഷ്യ മനസ്സുകളിൽ, അവൻ്റെ ചിന്തകളിൽ ദൈവത്തിൻ്റെ വെളിച്ചം കടന്നു വരാതെ അവന് ഇതൊന്നും മനസ്സിലാവത്തില്ല. ആമോസ്, നീ എന്ത് കാണുന്നു? ഒരു ദർശനം കാണുക ആമോസ്. നമ്മൾ ദൈവീക ദർശനങ്ങൾ കാണുന്നവരായിട്ട് മാറണം. സ്വർഗത്തിൻ്റെ വെളിപാടുകൾ സ്വീകരിക്കുന്നവരായിട്ട് മാറണം. ആമോസ് പ്രവാചകൻ്റെ കൊടുത്ത ആ ദർശനം അത് ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ളതാണ്. ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു. മാനവരാശിക്ക് മുകളിൽ കർത്താവ് ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുകയാണ്. അനുതപിക്കുവാൻ, തിരിച്ചു വരുവാൻ കർത്താവ് വീണ്ടും വീണ്ടും വിളിക്കുന്നു. ദൈവപിതാവ് തൻ്റെ പുത്രനെ അയച്ചു. പുത്രൻ ഏറ്റുവാങ്ങിയ പീഡകൾ, രക്തം ചിന്തിയത്, ആ കുരിശുമരണം ഏറ്റവും വലിയ അടയാളമത്. മാനവരാശിക്ക് ദൈവപിതാവ് നൽകിയ ഏറ്റവും വലിയ അടയാളമാണ് കുരിശിൽ മരിച്ച ക്രിസ്തു. ആ കുരിശും അത് നമ്മൾ തിരിച്ചറിയണം. ആര് അവൻ്റെ മുഖത്തേക്ക് നോക്കിയോ അവരെല്ലാവരും പ്രകാശിതരായി. അവർക്കെല്ലാവർക്കും മാറ്റമുണ്ടായി. നമുക്ക് ക്രൂശിതൻ്റെ മുഖത്തേക്ക് നോക്കാം, മടങ്ങി വരാം, മാനസാന്തരപ്പെടാം. ഒരു ചെറിയ മാനസാന്തരമല്ല, ആഴമായ മാനസാന്തരം. വലിയ ഒരു ഹൃദയ പരിവർത്തനം നമുക്ക് ഉണ്ടാവട്ടെ. വലിയ ഒരു മാറ്റം നമുക്കുണ്ടാവട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മിൽ വ്യാപരിക്കട്ടെ. വലിയ ഒരു ദൈവാനുഭവത്തിലേക്ക് നമുക്ക് ആയിത്തീരുവാൻ ആഗ്രഹിക്കാം. മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം. സത്യത്തിനും നീതിക്കും ധാർമ്മികതയ്ക്കുമൊക്കെ വേണ്ടി നിൽക്കുന്ന ശക്തരായ വിശ്വാസികളായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ തിന്മ പ്രബലപ്പെടുക. ഈ തിന്മയെ തകർക്കണമെങ്കിൽ വലിയൊരു പരിശുദ്ധാത്മശക്തിയുടെ നിറവും അഭിഷേകവും നമുക്കെല്ലാവർക്കും ആവശ്യമുണ്ട്. നമുക്ക് നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ, ആത്മാവ് നമ്മളെ നയിക്കട്ടെ. ആത്മാവ് ആഴമായ മാനസാന്തര ജീവിതത്തിലേക്ക് നമ്മളെ
വഴി നടത്തട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരും എണീറ്റ് നിന്ന് കരമുയർത്തി പിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ ദൈവജനത്തിന് ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ. അന്ധകാരം നിറഞ്ഞ മനസ്സുകളെ പ്രകാശമാക്കി മാറ്റണമേ. അന്ധകാരം നിറഞ്ഞ ബുദ്ധിമണ്ഡലത്തെ, ചിന്താമണ്ഡലത്തെ, പൈശാചിക ആധിപത്യങ്ങളെ തകർക്കണമേ. ദൈവജനത്തിന് വിവേകം നൽകണമേ, ജ്ഞാനം നൽകണമേ. ദൈവജനത്തിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി അയക്കണമേ. ദൈവജനം മുഴുവൻ സ്വർഗത്തിൻ്റെ ഹിതം മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, ആത്മാവിനെ അയക്കണമേ. ആഴമായ മാനസാന്തരത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് അങ്ങയുടെ ജനത്തെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ മഹത്വം. ഫെയ്സ, ഭർത്താവ് ഗ്രിഗറി, 3 കുഞ്ഞുങ്ങൾ. തളർന്ന് എഴുന്നേറ്റിന് ശേഷം 3ാമത് കൊടുത്ത കുഞ്ഞാണിത്. അവനെ എന്നെ വിളിക്കുന്നത് ജോസഫ്. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? സമൃദ്ധി. ഹല്ലേലൂയ. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ഫെയ്സ, കുന്നംകുളത്തുനിന്ന് വരുന്നു. 2015 നവംബർ മാസം 15-ാം തീയതി കൺവെൻഷനിൽ സൗഖ്യം കിട്ടിയതാണ്. ഒരു 2013 തൊട്ട് കാലിന് ഭയങ്കര വേദനയായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കണ്ടു. ആദ്യം ഡോക്ടർ പറഞ്ഞു വാതമാണെന്ന് പറഞ്ഞ് കുറേ മരുന്ന് കഴിച്ചു. പിന്നീട് വേദന മാറുന്നില്ല. അങ്ങനെ 2 കൊല്ലത്തോളം നടന്നു. ഈ മോളെ ഒന്നും ഒരു 2 വയസ്സിന് ശേഷം എനിക്ക് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. തീരെ കാലിന് സ്വാധീനം ഇല്ലാത്ത വ്യക്തികൾ നടക്കുന്ന വിധത്തിലാണ് ഞാൻ നടന്നിരുന്നത്. അങ്ങനെ 2015 ആയപ്പോഴത്തേക്കും തീരെ നടക്കാൻ വയ്യാതെ ഞങ്ങൾ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു. കുന്നംകുളത്ത് തന്നെ പല ഡോക്ടേഴ്സിൻ്റെ അടുക്ക പോയി. അവസാനം അവർ MRI എടുത്തു. നട്ടെല്ലിന് പ്രശ്നമുണ്ട്, ഇടുപ്പെല്ലിന് പ്രശ്നമുണ്ട്, രണ്ടിനും ഓപ്പറേഷൻ വേണം, ഇടുപ്പെല്ല് മാറ്റി വെക്കണം. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഭാരമായിരുന്നു മനസ്സിന്. കാരണം കുഞ്ഞു മക്കളാണ്, വീട്ടിൽ മമ്മിക്കൊന്നും വയ്യാത്തതാണ്. അങ്ങനെ ഭാരപ്പെട്ട് ഞങ്ങൾ ഒരു 2-3 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വീണ്ടും പോയി. അവരിത് തന്നെ പറയുന്നു. അവസാനം ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഞങ്ങൾ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു അവസാനത്തെ സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുകയാണ്, അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല, ബോൾ മാറ്റി വയ്ക്കുക മാത്രമേ വഴിയുള്ളൂ. വേണമെങ്കിൽ ഒരു പരീക്ഷണം പോലെ നമുക്ക് കോർ ഡീകംപ്രഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യാം. അത് നമ്മളെ ഈ ഭാഗത്ത് നിന്ന് എല്ല് തുറന്ന് അതിനകത്ത് നിന്ന് മജ്ജ എടുത്ത് ഈ ഇടുപ്പിൻ്റെ ഭാഗത്ത് തുളയിട്ട് അതിനകത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, ഇതുപോലെ ഇരിക്കാൻ സാധിക്കില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ. ഒരു ബ്രഷ് ചെയ്യാൻ പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. എൻ്റെ അപ്പ രാവിലെ വന്ന് എനിക്ക് ബ്രഷും പേസ്റ്റും എല്ലാം എടുത്ത് കയ്യിൽ തരും. അങ്ങനെയാണ് അന്ന് ബ്രഷൊക്കെ ചെയ്തിരുന്നത്. മക്കൾക്ക് ഒന്നും ചെയ്ത് പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്ന 1 മാസം കഴിഞ്ഞപ്പം അവിടെ ഒരു ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞു, എന്നെ വീൽ ചെയറിൽ കണ്ടപ്പോൾ വിവരമെല്ലാം ചോദിച്ചപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. 1 മാസം എൻ്റെ വീട്ടിലും 1 മാസം നമ്മുടെ വീട്ടിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലേ? അതെ, 2 മാസത്തോളം തീർത്തും വീൽ ചെയറിൽ തന്നെ. എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കണമെങ്കിൽ വോക്കർ പിടിച്ച് പതുക്കെ എഴുന്നേറ്റ് നിൽക്കാം. അത് കാല് ചവിട്ടാൻ പാടില്ല. ചവിട്ടിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു ബോൺ മാരോ എല്ലാം നിറച്ചിരിക്കുന്ന മജ്ജ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്, എല്ല് പൊടിഞ്ഞു പോകാം, ബോൺ വളയാം, അതുകൊണ്ട് ഒട്ടും തന്നെ കാല് നിലത്ത് കുത്തരുതെന്നാണ് പറഞ്ഞിട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ കണ്ടപ്പം വിവരം ചോദിച്ചു, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പം സാബു ബ്രദറിൻ്റെ അടുത്ത് പോയി നിങ്ങൾ കളത്തിപ്പടി ധ്യാനം ഒന്ന് കൂടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് ധ്യാനം കൂടാൻ പറ്റുന്ന അവസ്ഥയല്ല. എനിക്ക് കാറിലൊന്നും ഇങ്ങനെ ഇരുന്നൊന്നും വരാൻ വയ്യ. പിന്നെ ബ്രദറിനെ പറ്റി എനിക്ക് അറിയില്ല അന്ന്. അപ്പോൾ ഒരു CD ഒരു ചേട്ടൻ്റെ ഒരു CD, ചുമട്ട് തൊഴിലാളിയായ ഒരു ചേട്ടൻ എഴുന്നേറ്റ് നടക്കുന്നൊരു CD എനിക്ക് കൊറിയറിൽ അയച്ചു തന്നു. അത് കണ്ടു. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്കിവിടെ വരണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വരാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് തൃശ്ശൂർ ഒരു കൺവെൻഷൻ നടക്കുന്ന പത്രത്തിൽ വായിക്കുന്നത്. അവസാന ദിവസം 15-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കൺവെൻഷൻ കൂടാനായിട്ട് വരുന്നത്. എല്ലാവരുടെ തലയെ കൈവച്ച് ഇങ്ങനെ പോകുന്നുണ്ട്.
എൻ്റെ തലയിലും കൈവച്ചു. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞിങ്ങനെ ഒന്ന് തട്ടി. എഴുന്നേറ്റ് നടക്കാൻ, ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, എഴുന്നേറ്റ് നടക്കാൻ നോക്കി എഴുന്നേക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ചേറി വീണു. വീണ്ടും എഴുന്നേറ്റു. ഹസ്ബൻഡ് കൈ പിടിച്ചു. കുറച്ച് ദൂരം നടന്നു. ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. നടക്കാൻ പറ്റുന്നില്ല. വിശുദ്ധ കുർബാന നടക്കുന്നു. കുർബാന കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാസിം ബിലാസിയൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ മേല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളുടെയും സഹായം കൂടാതെ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് തന്നെ നിന്നു. അങ്ങനെ കുറച്ച് ദൂരം, ഒരു 2-3 അടി ഞാൻ നടന്നു തന്നെ. അന്ന് ആദ്യമായി 2 മാസത്തിന് ശേഷം കൈ പിടിക്കാതെ ആദ്യമായിട്ട് ഞാൻ നടന്നു. എൻ്റെ എല്ല് പൊട്ടിയില്ല. എല്ല് ദ്രവിച്ചു പോയതാണെന്ന് പറഞ്ഞു. അത് നുറുങ്ങിപ്പോയില്ല, വളഞ്ഞു പോയില്ല. 4 കൊല്ലമായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഈ മോനെ എനിക്കതിന് ശേഷം ദൈവം തന്നാണ്. അപ്പോൾ ആ സർജറി എടുത്ത ഡോക്ടർ വരെ എന്നോട് പറഞ്ഞു, 3ാമത്തെ ഒരു ഡെലിവറി നിനക്ക് പ്രയാസമാണ്, ഞങ്ങൾക്ക് അനസ്തേഷ്യ തരാൻ നിനക്ക് വിഷമമുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അവരെ ഭാരം കൂടുന്തോറും നിനക്ക് നടക്കാൻ പറ്റില്ല, ഒക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നം എനിക്കുണ്ടായില്ല. അവൻ്റെ എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യുന്നു. ജോസഫ് എന്ന് പേരിട്ടു. മോൻ്റെ പേര് ഇമ്മാനുവൽ, 2ാമത്തെ മോൾ അൻസ മേരി, 3ാമത്തെ ആൾ ജോസഫ്. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ മോള് 2 മാസമായപ്പം പനി വന്നതാണ് അവൾക്ക്. എന്നിട്ട് ബ്രെയിനിൽ അത് വല്ലാതെ എഫക്റ്റ് ചെയ്തതാണ്. മന്ദബുദ്ധിയായി പോകും എന്നാണ് അന്ന് അമല ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അവൾക്ക് ഇപ്പോൾ 8 വയസ്സ്. ദൈവം തന്ന പൊന്നോമനയാണ്. ഒരു കുഴപ്പമില്ലാതെ എൻ്റെ എല്ലാ മക്കളും സുഖമായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അല്ലെ അവൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ദൈവം അത്ഭുതങ്ങൾ ചെയ്തവനാ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി. നിങ്ങൾ നോക്കുക, ഈ മകള് തളർന്ന അവസ്ഥയിൽ, അരക്കെട്ടിന് താഴോട്ട് തളർന്ന അവസ്ഥയിലായിരുന്നു. ദൈവശബ്ദ കൺവെൻഷനിൽ കർത്താവ് തൊട്ടു. അത് കഴിഞ്ഞ് ആ മാസത്തിന് ഇവിടെ വന്നൊരു ധ്യാനം കൂടി പൂർണ്ണ സൗഖ്യമായി. നോക്കുക, കർത്താവ് കൊടുത്ത 3ാമത്തെ കുട്ടി തളർന്നു പോയി മകള് സൗഖ്യം പ്രാപിച്ചതിന് ശേഷം ഉണ്ടായ ജോസഫ്. ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ഈ കുടുംബത്തിന് വേണ്ടി യേശു ചെയ്തുവെങ്കിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി യേശു പ്രവർത്തിക്കാനായിട്ട് പോകുക. ഇവിടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. തളർന്നവർ എണീറ്റു നടക്കും, അന്ധന്മാര് കാണും, ചെകിടന്മാരുടെ കാതുകൾ തുറക്കപ്പെടും, അത്ഭുതങ്ങൾ ഇവിടെ നടക്കും. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ഇവിടെ ഉണ്ട്. കരമുയർത്തി ഒന്ന് വിളിച്ച യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നീ മാത്രം ഉന്നതൻ. യേശുവേ, യേശുവേ, നീ മാത്രം രക്ഷകൻ.